അടൂർ പോലീസ് സ്റ്റേഷനിലെ കാപ്പ പ്രതിയായ അടൂർ പറക്കോട് ഇജാസ് മൻസിലിൽ 26-കാരൻ ഇജാസ് റഷീദിനെതിരെ കാപ്പ പ്രകാരം പോലീസ് കേസെടുത്തു. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർക്ക് ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2024 ഓഗസ്റ്റ് 1 പുറപ്പെടുവിക്കപ്പെട്ട തടങ്കൽ ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയാത്ത വിധം പ്രതി ഒളിവിൽ കഴിയുകയാണ്. ഇതിനെ തുടർന്ന് ജില്ലാ കളക്ടർ 2024 ഒക്ടോബർ 9 കാപ്പ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം വിളംബര ഉത്തരവ് പുറപ്പെടുവിക്കപ്പെടുകയും ഇത് അന്നു തന്നെ സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. ഈ ഉത്തരവ് പോലീസ് പ്രതിയുടെ വീട്ടിൽ പതിച്ചു നടത്തിയിരുന്നു. പിന്നീട് ഇതിന്റെ കാലാവധി കഴിഞ്ഞിട്ടും നിശ്ചിത കാലാവധിക്കകം പ്രതി പോലീസിൽ ഹാജരാവുകയോ ഹാജരാകാൻ സാധിക്കാത്തതിന് വിശദീകരണം നൽകുകയോ ചെയ്തില്ല. ഉത്തരവിന്റെ കാലയളവിനുള്ളിൽ ഇതിന് വിധേയമാകാതെ ഒളിവിൽ കഴിയുന്നതിനാൽ ഗസറ്റ് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പ്രതിയാക്കി അടൂർ പോലീസ് വിവിധ വകുപ്പുകൾ അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ ശ്യാം മുരളിയാണ് കേസെടുത്തത്. യുവാവിനെതിരെ അടൂർ പന്തളം പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകൾ നിലവിലുള്ളത്. ഇയാൾ അറിയപ്പെടുന്ന റൌഡി ലിസ്റ്റിൽ പെടുന്നയാളുമാണ്. പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പ്രതിക്കായി അന്വേഷണം നടത്തിവരുന്നു. ന്യൂസ് ബ്യൂറോ, അടൂർ.